അഡ്വ കമ്മിറ്റിയിൽ ഒരാളെ എടുക്കാൻ പറ്റില്ല എന്ന പേര് പറഞ്ഞ സമയത്ത് മായാതൊരു പറഞ്ഞു, ഞാൻ നിങ്ങളാരും പറയാം, അത് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾ പല സ്ഥലത്ത് അഭിപ്രായം പറയാൻ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അത് നോ പറയാൻ വരുന്നില്ലല്ലോ. ഇത് എന്റെ അഭിപ്രായമാണ്, അത് പറ്റില്ല. ആ ആളുടെ പേരിൽ കേസുണ്ട്. അപ്പൊ ആളെന്തിനാണ് അവിടെ അഡ്വ കമ്മിറ്റിയിൽ വരുന്നത്? പക്ഷെ ആൾ അഡ്വ കമ്മിറ്റിയിൽ വന്നു, അത് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അല്ല, അത് ഞാൻ എന്തായാലും അത് നമുക്ക് ഇതില് എന്തിനാണ് കെ പി ഗണേഷ് കുമാർ, എനിക്ക് താല്പര്യമില്ല കെ പി ഗണേഷ് കുമാർ ഗണേഷ് കുമാർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അമ്മ സംഘടനയിലെ കാര്യങ്ങൾ നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. അൻസിബയുടെ കാര്യങ്ങളും ടിനി ടോമിന്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഒരു 1.5 മാസം നമ്മൾ ആ ഒരു വിഷയം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിരുന്നു ആ ഒരു കാര്യങ്ങൾ കൂടുതലും ചെയ്തത്. എന്നെക്കാളും കൂടുതലും ചെയ്ത എൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ 15 കോടിയുടെയും അദാനിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ കൂടെ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്താണ് ഇതൊക്കെ ന്യൂസിൽ വരാൻ തുടങ്ങിയത്. നമ്മളിത് നേരത്തെ നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ പുതിയ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണേഷ് കുമാറിനെ കുറിച്ചാണ്. പുള്ളി അറിയാമല്ലോ, പൊളിറ്റിക്സിലായിരുന്നു, തോറ്റുപോയിട്ട് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനം വേണ്ടതെന്ന് കരുതിയിട്ട് ഇപ്പോൾ തന്നെ അമ്മ സംഘടനയിലോട്ട് കയറി വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ കേസും വഴക്കും ഒക്കെ ഉള്ള വ്യക്തികളെ ഒന്നും ഈ സംഘടനയെ അടുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ ഗണേഷ് കുമാറിനൊക്കെ കയറ്റിയെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ ഗണേഷ് കുമാറിനെ വെറുക്കുന്നവർ, കാരണം ഞാൻ ഒരുപാട് ഗണേഷ് കുമാറിനെ കുറിച്ച് ചെയ്തൊരു വ്യക്തിയാണ് വീഡിയോ, വെറുക്കുന്നവരൊന്നും ലൈക്ക് അടിക്കണേ. എനിക്ക് എത്ര പേരെ എണ്ണം ഒന്ന് കാണാൻ വേണ്ടി എന്തായാലും ഫേസ്ബുക്കിൽ എനിക്ക് ഉറപ്പുണ്ട് 10,000 പേരെങ്കിലും അവരടിക്കും. കാരണം അവർക്ക് അത്രയ്ക്ക് വൈരാഗ്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ മായ വിശ്വനാഥ് ചേച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചേച്ചി ഈ പറയുന്ന അമ്മ സംഘടനയിലെ വിഷയങ്ങളിൽ കൂടുതലും ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ളതാണ്. അൻസിബയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയും കൂടാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ പെണ്ണിനെ എല്ലാവരും കൂടെ ദ്രോഹിച്ചൊരു പരിപ്പാക്കി വിട്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അതിൻ്റെ കൂടെ ദൈവം ഉണ്ടുകൊണ്ട് ഇപ്പം അവർക്ക് നല്ല സപ്പോർട്ടും ജനങ്ങളുടെ പിന്തുണയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് എന്തായാലും ഒരു ഗണേഷ് കുമാറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന മായ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. ഓക്കെ, കമ്മിറ്റി വന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ചിലപ്പോൾ നേതാവ് നിലയിൽ ഇപ്പൊ പരാജയമാണ്, തോറ്റപ്പോൾ തന്നെ മനസ്സിലായി. വ്യക്തി നിലയിലും ഭയങ്കര പരാജയമാണ്. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എന്നെ അത്രയ്ക്ക് മുറിവ് ഏൽപ്പിച്ചതാണ്. എന്റെ 2 സിസ്റ്ററിന്റെ ആൺമക്കളെയും ചേർത്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് 2021 അയാളുടെ ഏതൊരു ഫ്രണ്ട് എന്റെ സിസ്റ്ററിന്റെ പുള്ളിക്ക് ആ ഒരു കാര്യത്തില്ല. പുള്ളിയെ പോലെ ഒരു നാറിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് നല്ലൊരു വാക്കുകൾ അദ്ദേഹത്തിനെ കുറിച്ച് തോന്നുന്നില്ല. ഞാൻ പണ്ട് ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കുറിച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ് നല്ല രീതിയിലാണ്. കാരണം പുള്ളിയുടെ പ്രവൃത്തി അതുപോലെ ആയിരുന്നു. രാഷ്ട്രീയത്തിലാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു അഭിനയമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം കാണിച്ചു കൂട്ടി കുറേ തോന്നിവാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഗണേഷ് കുമാറിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുക. എന്തിനു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നശിപ്പിച്ച ഈ ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തി ഒരുത്തം കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് 1 മാസം മുമ്പാണ് CBI റിപ്പോർട്ട് ഇരുന്ന് വായിച്ച് പുള്ളി നിരപരാധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് പുള്ളി വായിക്കുകയൊക്കെ ചെയ്തു. ആ സരിതയുടെ വിഷയങ്ങളൊക്കെ സരിത ക്രൂരമായിട്ട് ദ്രോഹിച്ചെന്നുള്ള രീതിയിൽ വരെ വരുത്തി. ആ സരിതയും ഈ പറയുന്ന പുള്ളിയും തമ്മിലാണ് ബന്ധമെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. സരിത തന്നെ പല എടുത്തും വന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരുന്നു. അതെല്ലാം എന്തിന് സരിതയെ കൊണ്ട് ഫയൽ മാറ്റിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടി അതെല്ലാം അവസാനം ഈ മനുഷ്യന്റെ തലയിൽ വെച്ച് എന്തിനും ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ട് കോൺഗ്രസിൽ നിന്ന് മാറി നേരെ കമ്മ്യൂണിസ്റ്റിലോട്ട് പോയി. ഈ അടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മാറി കോൺഗ്രസിലോട്ട് വരണമെന്നൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്താണ് ഷാഫി ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടോ ആണെങ്കിലും എതിർത്ത് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ നിരപരാധി എന്ന് അദ്ദേഹത്തിന് എല്ലാവർക്കും മനസ്സിലായി. ഉമ്മൻചാണ്ടിനെ അവസാനം എന്തായി എല്ലാം അറിഞ്ഞ് റിപ്പോർട്ടും വായിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ആ വ്യക്തി ലോകം വിട്ടു പോയി. ആ വ്യക്തിയുടെ ശാപം ഈ പറയുന്ന ഗണേഷ് കുമാറിനുണ്ട്. എത്ര വിളിപ്പിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു നാറി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, നാറി എന്ന് പറയാം. ആ അച്ഛനുണ്ടാക്കിയ പേര് നശിപ്പിച്ച ഒരു മകൻ, രാഷ്ട്രീയത്തിൽ ഒരു യോഗ്യത ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് വേണമെങ്കിൽ തരാം. കാരണം അതുപോലത്തെ ഒരു അഹങ്കാരി. അപ്പൊ പിന്നെ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അപ്പം ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ അവിടെ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൊന്നുമായ മേഡം, നിങ്ങളെയൊക്കെ കൊന്നില്ലല്ലോ അയാൾ. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. മോന്റെ എൻഗേജ്മെന്റിന് വന്നവനാണ് അയാൾ. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. എന്റെ സിസ്റ്ററിന്റെ മോന്റെ എൻഗേജ്മെന്റ് വന്നതിന് എന്റെ സിസ്റ്ററിന്റെ മോൻ എന്ന് പറഞ്ഞാൽ എന്റെ മോനാണ്. ഞാൻ അവനെ കയ്യിൽ വാങ്ങിച്ചത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചേച്ചി പ്രസവിച്ച സമയത്ത് മൂത്തവനെ കയ്യിൽ വാങ്ങിച്ചവനാണ് ഞാൻ. അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ അത് അറിയത്തുള്ളൂ. ബന്ധത്തിന്റെ വില എന്താണ്. മേഡത്തിന് അതിനെക്കുറിച്ച് വല്ല അറിയാവോ? മേഡം ഇത് കാണുവാണെങ്കിൽ ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു നാറിയാണ്. അതെല്ലാവരും, കേരളത്തിലെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ മകളുണ്ടല്ലോ, ഇയാൾക്കെതിരെയാണ് ഈ പറയുന്ന കൂട്ട്, ഇയാൾക്കെതിരെ നിന്ന് ആ വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് അവിടെ മൊത്തം പ്രചരണത്തിന് ഇറങ്ങിയത്. അതിന്റെ റിസൾട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഗണേഷ് കുമാർ തോറ്റു പോകുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഗണേഷ് എങ്ങനെയായാലും ജയിച്ചു പോകുന്നത് ഞാൻ കരുതിയ ഒരു വ്യക്തിയാണ്. പക്ഷെ ഗണേഷ് തോറ്റപ്പോൾ എൻ്റെ കിളിയാണ് പോയത്. കാരണം കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കർമ്മ ഉമ്മൻചാണ്ടിയുടെ ചെയ്ത ദ്രോഹം. ഞാൻ ഇപ്പോഴും അവിടുത്തെ പത്തനാപുരത്ത് ജനങ്ങളോട് ഒറ്റ റിക്വസ്റ്റ് ഉള്ളു, അടുത്ത വട്ടമാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിനെ നിങ്ങൾ അടുപ്പിക്കരുത്. കാരണം ഒരു കുടുംബം, ഒരു മനുഷ്യന്റെ ജീവിതം, ആ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് ആ മനുഷ്യനെ വേട്ടയാടിയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവസാന നിമിഷം അദ്ദേഹം നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കുള്ള അയാളുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞ് 1 മാസത്തെ ജീവിച്ചിരുന്നിട്ടുള്ളത്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. സമൂഹത്തിൽ വലിച്ചെറിഞ്ഞ് ഒരു ഇതാക്കി കൊടുത്തു വിട്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു കല്യാണമൊക്കെ കഴിച്ച് ആ രണ്ടാമത്തെ ഭാര്യയ്ക്ക് മോശമായിട്ടുള്ളൊരു അനുഭവം. പുള്ളിക്കാരി എവിടെ പോയിട്ട് വന്നിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ പുള്ളി വേറെ റൂമിൽ വേറെ എടുത്തിയായിട്ട് ആഹാ ആഹാ ഏഹേ ഓ ഹേ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ കിടക്കുന്ന സെക്യൂരിറ്റിയെ വിളിക്കുന്നു. ആ ഭാര്യയെ റൂമിലിട്ട് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അവർ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പോലീസ് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിങ്ക് പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ 4-5 മാസം കൊണ്ട് ഭയങ്കര ചർച്ചയായിരുന്നു. പിന്നെ BJP നേതാവ് നമ്മുടെ ഒരു മേഡത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അവര് വന്നിട്ട് അവരെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, നിങ്ങൾ ധൈര്യമായിട്ട് ആ വീട്ടിലോട്ട് പോക്കോ, കുഴപ്പമില്ല, ഞാൻ പോലീസിനെ വിട്ടോളാം എന്നുള്ള രീതിയിലാണ് ഭാര്യ എടുത്ത് പറയുകയൊക്കെ ചെയ്തത്. അവിടെ ചെന്ന് പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്ക് പോലീസും വന്ന് അവരെ വിളിച്ചപ്പോൾ പോലീസിനെയും പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ മന്ത്രിയല്ലേ തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ദയ കിടക്കുന്നത്. അത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഭാര്യ. എന്നിട്ട് പിന്നെ ഭാര്യ വന്നിട്ട് പിന്നെ മാറ്റി പറഞ്ഞു, ഇലക്ഷൻ വരുമല്ലേ, അവർ തമ്മിൽ എന്തോ ഒരു ധാരണയൊക്കെയോ ആയി അവസാനം അത് മാറ്റി പറയുകയൊക്കെ ചെയ്തു. എന്തോ ബിസിനസിന്റെ കുറേ ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഞാൻ പിന്നെ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അവർക്കൊക്കെ ഈ ഒരു ഗതിയാണെങ്കിൽ പിന്നെ എൻ്റെ പൊന്നും മേഡത്തിന്റെ ഒക്കെ അവസ്ഥ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു കുടുംബത്തിന്റെ ശാപം ഉണ്ട് അയാൾക്ക്. അയാൾക്ക് ഒരു കാലത്തും എനിക്ക് തോന്നുന്നില്ല ഒരു നല്ലത് വരുമെന്ന് തോന്നുന്നില്ല. കാരണം ചെയ്ത ദ്രോഹമാണ്. എനിക്ക് ഈ ഒരു വീഡിയോ ആണെങ്കിൽ മാന്യമായിട്ട് ഇടയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ സംസാരിച്ച് പോകാം. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളോട് ചേർത്താണ് ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇദ്ദേഹം ചെയ്ത ഓരോ ദ്രോഹങ്ങളാണെങ്കിൽ പോലും, ഓരോ വ്യക്തികളോടാണെങ്കിൽ പോലും, ആദ്യ ഭാര്യ എന്തുകൊണ്ട് പോയി, രണ്ടാമത്തെ ഭാര്യയുടെ അനുഭവം കണ്ടില്ലേ, അങ്ങനെ ഓരോ കേസായിട്ടാണെങ്കിൽ പോലും അണ്ണൻ്റെ സരിത വിഷയത്തിലൊക്കെ കാട്ടിക്കൂട്ടിയതൊക്കെ എല്ലാവർക്കും അറിയാം. സ്വന്തം കാര്യം മാത്രം, അധികാരം മാത്രം മോഹിച്ച് നടക്കുന്ന ഒരു വ്യക്തി, ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ കൂട്ടത്തിലേക്ക് പറയുന്ന ഗണേഷ് കുമാറിനെ. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം, ആട്ടാം വായിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിന്റെ ചേച്ചിയുടെ 2 ആമക്കളെ ചേർത്ത് ചേച്ചിയുടെ മോന്റെ കല്യാണ ഫോട്ടോയിൽ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഇടിപ്പിൽ കൈയിട്ട് എന്റെ ചേച്ചിയുടെ മക്കളെ ഇടിപ്പിലുള്ള നാട്ടുകാരുടെ പയ്യന്മാരെ ഇടിപ്പിച്ചെന്ന് എനിക്ക് കൈയിടാൻ പറ്റും. ഇത് പറയാം അയാളാര്? അപ്പൊ ഞാൻ അയാളെടുത്ത് ചോദിച്ചു, അയാൾ ഇല്ലെങ്കിൽ പറയത്തില്ല എന്ന് എന്നോട്. അയാൾ പറഞ്ഞ അയാളുടെ ഏതോ ഫ്രണ്ട് പറഞ്ഞു, ചേച്ചിയുടെ 2 മക്കളും കൊണ്ട് കൊണ്ടു നടക്കുന്ന ഞാൻ കൊണ്ട് നടക്കുന്ന പയ്യന്മാരാണ്, എത്ര വൃത്തിയായിട്ടൊരുത്തനാണ്. അന്ന് ഞാൻ ആലോചിച്ചു 2020 ഇനി ഇയാൾ ജയിക്കില്ല, ഇയാൾ ഞാൻ വെറുത്തു പോയതാണ് അവിടെ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇതറിയാം. കാലടി ഓമന എനിക്കറിയാം, ജീജ സുരേന്ദ്രൻ അറിയാം, പലർക്കും അറിയാം ഈ ഒരു കാര്യം. ഇത് ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയോ. ഇതുവരെ പറയാൻ ഇരിക്കാത്തൊരു കാര്യമാണ്. ആർക്കും അറിയില്ല. ഞാൻ അയാൾ പോകുന്ന പല സ്ഥലത്ത് അയാൾ ഇപ്പൊ 2020 ഇലക്ഷൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്റെ സിസ്റ്ററിന്റെ മോന്റെ എൻഗേജ്മെന്റ് എന്റെ ഫാമിലിയായിട്ട് അയാൾക്ക് അത്രയും അടുപ്പമുണ്ട്. എന്റെ അച്ഛനും രാഷ്ട്രീയ നേതാവാണ്. എന്റെ അച്ഛനും അയാളുടെ അച്ഛനും അയാളുടെ അച്ഛൻ കേരള കോൺഗ്രസ്, എന്റെ അച്ഛൻ ഇന്ദിരാ കോൺഗ്രസ്. എന്തുകൊണ്ട് ഞാൻ കോൺഗ്രസ് ഒന്നോ മാർക്സിസ്റ്റ് ഒന്നോ BJP ഒന്നും ഇല്ല. എനിക്ക് ആര് നല്ലത് ചെയ്യോ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് സ്വന്തം അച്ഛൻ ഗണേഷ് കുമാറിന്റെ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് എന്റെ ഭാര്യയെ സംശയമില്ല, അപ്പോൾ അതെന്റെ മകനാണെന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലൊരു നാണക്കേട് ഈ പറഞ്ഞ ഗണേഷ് കുമാറിനില്ല. അതിൽ കൂടുതലൊരു നാണക്കേട് അവന്റെ ജീവിതത്തിൽ ഇനി പറയുവാണെങ്കിൽ ഒരുപാട് സ്റ്റോറികളുണ്ട്. ഇദ്ദേഹത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 100 എപ്പിസോഡ് ആണെങ്കിൽ എനിക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. ഓരോ കഥകളാണ്. കഷ്ടം. കാരണം ഇവിടെ ഞാൻ വോട്ട് ചെയ്ത കരുണാകരൻ അദ്ദേഹം ഉണ്ടായിരുന്ന അതേപോലെ ഒരു നല്ലൊരു ഭരണം, അല്ലെങ്കിൽ EK നായനാർ ഇരുന്ന സമയത്ത് അങ്ങനെ ഒരു ഭരണം വരുന്ന സമയത്ത് മാത്രമേ എനിക്ക് തോന്നണം ജനാധിപത്യ ഭരണം ഇവിടെ നടക്കണമെന്ന്. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ 40% 70% ആരോ കട്ടുമുട്ട് ജനത്തിന് വേണ്ടി എന്തെങ്കിലും നടത്തണ്ടേ. നമ്മളിവിടെ ഇപ്പൊ എത്രത്തോളമാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് കിട്ടുന്ന കാശ് മുഴുവൻ എന്താണ്, നമുക്ക് തുച്ഛമായ വരുമാനമാണ്. GST അല്ലാതെ എന്തൊക്കെ പറഞ്ഞോടെ നമ്മൾ എടുക്കുന്നത്, നമ്മളെ കൊല്ലാതെ കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ ഒരു അതുകൊണ്ട് എന്റെ അച്ഛൻ കോൺഗ്രസിനുണ്ട്, ഞാൻ കോൺഗ്രസിനെ, എന്റെ അച്ഛനും ഞാനും കൂടി കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എന്റെ അച്ഛനത് അറിയാം. അപ്പൊ എന്റെ അച്ഛനും ബാലകൃഷ്ണപിള്ളങ്കിലും മത്സരിച്ചിട്ടുണ്ട്. അന്ന് ബാലകൃഷ്ണപിള്ളങ്കിൽ തോറ്റ് പപ്പ ജയിച്ചു. പപ്പ 5-ലായിരുന്നു. പിന്നെ പപ്പ കോൺഗ്രസിന്റെ പപ്പയ്ക്ക് 2 പ്രാവശ്യം കരുണാകരൻ മന്ത്രിസ്ഥാനം കൊടുത്തിട്ട് കൊല്ലത്ത് കൊടുത്തിട്ട് പപ്പ നിന്നില്ല. കേന്ദ്രമന്ത്രിയിൽ നിൽക്കാതെ അന്ന് കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നാണ് പപ്പ ജയിപ്പിച്ചത്. അതെല്ലാവർക്കും അറിയാം. കൊല്ലം കുണ്ട്രയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യം എന്റെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. കുണ്ട്രക്കാർക്കറിയാം KS വിശ്വനാഥന്റെ മകളാണ് ഞാൻ. കാരണം സത്യസന്ധതയുടെ ഞാൻ എല്ലാവരോടും പറയണ്ടേ, ഗാന്ധിയെ കാണണമെങ്കിൽ ഹരിചന്ദ്രനെ കാണണമെങ്കിൽ എന്റെ വീട്ടിൽ വന്നാൽ മതി. എന്റെ അച്ഛൻ അത്രയും നല്ലവനായിട്ടായിരിക്കും എനിക്ക് ഫ്രോഡ് പണി ചെയ്യാൻ അറിയാത്തത്. ഞാൻ പറയാറുണ്ട് എന്റെ അച്ഛന് ഫ്രോഡ് ആയിക്കൂടായിരുന്നു. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫ്രോഡ് വേണം. എനിക്ക് പറ്റാത്തൊരു കാര്യം അതാണ്. പക്ഷെ എനിക്ക് പറ്റൂല, എന്റെ രക്തത്തിൽ അത് ചേർന്നിട്ടില്ല. അന്ന് എന്റെ അച്ഛനെ എന്റെ അടുത്ത് എപ്പോഴും KP ഗണേഷ് മായ കാണുമ്പോൾ മായയുടെ അച്ഛനെ എനിക്കറിയാം. എന്റെ അച്ഛനെ അച്ഛനായി വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, നിങ്ങൾ നേരത്തെ വന്നു, എന്റെ അച്ഛനെ അറിയാം. ആ ആള് എല്ലാം അറിയാവുന്ന ആള് പറയണേ എന്റെ ചേച്ചിയുടെ 2 മക്കളെ ഞാൻ വെച്ചോണ്ടിരിക്കുകയാണ്, അതെന്റെ ചേച്ചിയുടെ മക്കളല്ല. എങ്ങനെ അയാൾക്ക് പറയാൻ തോന്നി? തിരിച്ചു ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മ 2 മക്കളെ നിങ്ങളുടെ 2 മക്കളെ ചേർത്ത് വെച്ചത് ആ കണ്ണോടെങ്കിൽ മാത്രമേ നിങ്ങൾ
തെറ്റുണ്ടോ ഞാൻ പറഞ്ഞത്? ഇങ്ങോട്ട് അല്ലെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യ, നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ 2 മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കിടന്നോണ്ട്, അത് ആ അർത്ഥത്തിലാണ്. നിങ്ങളുടെ മൂത്ത ചേച്ചിയുടെ മോളുടെ തോളിൽ കൂടെ കൈയിട്ടോണ്ട് നിങ്ങൾ നിൽക്കുന്ന ഫോട്ടോ, അത് നിങ്ങൾ ആ അർത്ഥത്തിലാണ്. ആണോ എന്ന് വെച്ചു? ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്ത് കാണുന്ന എല്ലാവരെയും ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. അനാവശ്യമല്ല. ഞാൻ നിങ്ങളുടെ നെഞ്ചി കുത്തിപ്പ ചോരയെ, അപ്പൊ എന്റെ നെഞ്ചിൽ കുത്തിപ്പ ടൊമാറ്റോ സോസ് ആണ് അവിടെ വരുന്നത്. അടിപൊളി മറുപടി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം ചേച്ചി. നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പൊളിറ്റിക്സിൽ വരേണ്ട വ്യക്തികളാണ്, ഉള്ളവരും തുറന്നു പറയാലോ. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളെപ്പോലുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാലും ഇവനെ പോലുള്ളവന്മാരാണെങ്കിൽ എന്ത് ചെയ്യും, കഴുകന്മാരെ പോലെ വല വീശി പിടിക്കാൻ നോക്കും. അതാണ് ഇവിടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇടയ്ക്ക് ഇവനെ അങ്ങ് വാഴ്ത്തിപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു, ദൈവമാണെന്നുള്ള രീതിയിൽ. അവർക്ക് ആർക്കും അറിയത്തില്ല ചേച്ചി ഈ പറയുന്ന ആളിന്റെ ഉള്ളിൽ കിടക്കുന്ന വിഷം എന്താണെന്ന്. അതെന്തായാലും ചേച്ചിക്ക് ഈ തുറന്നു സംസാരിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിനുണ്ടല്ലോ ചേച്ചി, ബിഗ് സല്യൂട്ട്. ഞാനുള്ള കാര്യം തുറന്നു പറയാലോ. തക്കാളിയൊന്നും അല്ല വരുന്നത്, അവിടുന്ന് രക്തമാണ് കുടിയുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, അന്ന് ഞാൻ അയാളെ വെറുത്തതാണ്. അയാൾ ഒരു നേതാവ് നിലയിലോ വ്യക്തി നിലയിൽ അയാൾ പരാജയമാണ്. ഇങ്ങനെയുള്ള അയാൾ എങ്ങനെ നേതാവായിട്ട് നമ്മൾ കാണും? ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് പറയണമെങ്കിൽ നിങ്ങൾക്കത് പറയാമായിരുന്നു. എനിക്ക് ആ ഫാമിലി അറിയാം. പിന്നെ ആ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കല്യാണാലോചന ഞങ്ങളുടെ കുടുംബത്തിൽ വരണ്ട, അവിടെ നിന്ന് അങ്ങോട്ടും പറയണ്ട. പിന്നെ ഞാനൊരു പെണ്ണാണെങ്കിൽ, എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഞാൻ ജീവിക്കേണ്ട അച്ഛൻ്റെ അമ്മ എടുത്തും പറയും. എനിക്ക് കേസ് പറയാൻ റൈറ്റ് ഉണ്ട് അല്ലെ? എന്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണ? അയാളെ പോലെ ഞാൻ ലോകത്ത് ഇതെല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് KP ഗണേഷ് കുമാർ അഡോർ കമ്മിറ്റിയിൽ വേണ്ടാന്ന് ഞാൻ പറയാൻ കാരണം. അപ്പം പൂജപ്പുര രാധാകൃഷ്ണൻ ഇറങ്ങിപ്പോകുന്നു എന്നോട്. അയാൾ ആരെന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു? അയാളാണോ എനിക്ക് അവിടെ അംഗത്വത്തിന് കാശ് കൊടുത്തത്? ഞാൻ ചോദിച്ചു, ഇയാളാണോ എനിക്ക് അംഗത്വത്തിന് കാശ് തന്നത്? അത് പറഞ്ഞു, ഇയാളാണോ എന്റെ അച്ഛൻ എന്ന് ചോദിച്ചു. അതല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് പ്രിയങ്ക ചേച്ചി, ഗണേഷ് ചേട്ടൻ വേണം. അത് പ്രിയങ്ക ചേച്ചി പിന്നെ എവിടെയും ചാടിക്കയറുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായമല്ല. ശരിയല്ല, അതെന്റെ അഭിപ്രായമല്ല. ഇങ്ങനെയുള്ള ഒരാൾ പിന്നെ അങ്ങനെയുള്ള പേര് കേസുണ്ട്. എനിക്ക് തോന്നുന്നു കേസ് ഇല്ലാന്നുള്ളൊരു കേസ് വന്നതാണ്. എന്തിനാണ് കേസ് വന്നവരൊക്കെ ഇതിനകത്ത് നിൽക്കുന്നത്? പിന്നെ എനിക്ക് തോന്നുന്നു പത്മ കഫേയുടെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയക്കെതിരെയും കേസുണ്ട്. ലക്ഷ്മിപ്രിയക്കും ഗണേഷ് കുമാറിനൊക്കെ ഉണ്ട്. ഈ കേസുള്ള വ്യക്തികളെ ഒന്നും ഈ അമ്മ സംഘടനയെ അടുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെയൊക്കെ എന്തിനാണ് ഈ പൊക്കിക്കൊണ്ട് വരുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ വരിക. ചെറിയൊരു പ്രശ്നമായിരുന്നു ഇത്രയും വലുതാക്കി കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ലക്ഷ്മിപ്രിയയുടെ അഹങ്കാരം കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അവരൊറ്റ അഹങ്കാരം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. ഇത് അവസാനം ഇപ്പോൾ കഥ എവിടെ പോയി കിടക്കുന്നത് നിങ്ങളാനൊന്ന് ആലോചിച്ച് നോക്ക്. നാറി ഒരു പരുവായിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെ കൂടെ പൊക്കിക്കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അതിനി മൊത്തത്തിൽ നാറാൻ കിടക്കുന്നേ ഉള്ളൂ. ഓരോ വിഷയങ്ങൾ വരുമ്പോഴേ അത് ശരിക്കും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. NSSന്റെ ആണ്, അതിലെന്തോ ഒരു കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് നിൽക്കുന്നത് അഡ്വ കമ്മിറ്റിയിൽ? ഞാൻ പറഞ്ഞില്ല എന്താ കുഴപ്പം? ഇപ്രാവശ്യം ഇലക്ഷൻ വിളിച്ചു ഞാൻ അറിയാമോ? ഞാൻ ഇങ്ങനത്തെ ഇലക്ഷൻ പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യം? അതിന്റെ ആവശ്യമില്ല. ഈ ഇലക്ഷൻ ഇതുപോലുള്ള ഞാനൊരു കാര്യം പറയാം ചേച്ചി സത്യസന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി കൂട്ടി നിൽക്കുക. ഇതുപോലുള്ള കേസുകളിലൊന്നും നിൽക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും. ഞാൻ സത്യമായിട്ട് പറയണേ. ഷാരിയുടെ വോയിസ് മെസ്സേജ് മറ്റേ ഫോൺ കോൾ ലീക്കായി. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്മേരമേനോടാണ് അത് പുറത്താക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കോടതിയെടുത്ത് എനിക്ക് റെസ്പെക്ട് ഉള്ള കാര്യം നമ്മൾ അവിടെ നിന്ന് വഴിതിരിഞ്ഞു പോയി. കോടതിയെടുത്ത് എനിക്കുള്ള റെസ്പെക്ട് ഈ ഒരു പിഷാരിയുടെ രമേശ് പിഷാരി എന്ന് പറഞ്ഞ MLA, അദ്ദേഹം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല വോട്ടോടെ ഒരാൾ ജയിച്ച് പാലക്കാട് നിന്ന് വന്നതാണ്. എല്ലാവർക്കൊക്കെ അസ്കൃഷ്ണത കാണും, ഒരു ഉള്ളിൽ ഒരു കിരികിരിപ്പ് കാണും. ശ്വേത ചേച്ചി ഫോണിൽ കൂടെ അല്ല റെക്കോർഡ് ചെയ്യുന്നത്, വേറൊരു ഫോൺ വെച്ചിട്ടാണ്. ഈ ഇടയ്ക്കൊരു നടൻ എന്നോട് ജനറൽ ബോഡി മീറ്റിംഗ് ആ മനസ്സൊന്ന് ആലോചിക്കണേ ശ്വേതയുടെ. അത്രയ്ക്കും രണ്ടുപേരും അത്രയ്ക്കും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നിട്ട് ഇത് പുറത്തു വിടുമ്പോൾ ഉള്ള ഒരു മൈൻഡേ, ശ്വേത കോൺഗ്രസ്സുകാരിയാണ് ഉള്ള കാര്യം പറയാം. പക്ഷേ ശ്വേതയുടെ ഹസ്ബൻഡ് കോൺഗ്രസ് അല്ല, നല്ല ഒന്നാം തരം BJP കാരനാണ്. പാലക്കാടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ BJPക്ക് തട്ടകമാണ്. അവിടാണ് പിഷാരടി ജയിച്ചത്. അതുകൊണ്ട് അടുത്ത വട്ടം സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി പല രീതിയിലും പല തോന്നിവാസങ്ങളും കാണിക്കും. പൈസയുടെ മുമ്പിൽ വീഴാത്തവരുണ്ടോ? അത് തന്നെയാണ് ഇവിടെ നടക്കുകയും ചെയ്തത്. കഷ്ടം. ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ എനിക്ക് കോടതിയോട് റെസ്പെക്ട്, കോടതി ഇത് കേട്ടതാണ്. ഈ സ്ത്രീ എങ്ങനെ വിശ്വസിക്കും? ഈ 500 എത്ര അംഗങ്ങൾ പോട്ടെ, 506 505 അംഗങ്ങളും ഇവരോട് എന്ത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതൊക്കെ റെക്കോർഡ് ചെയ്യില്ലേ? നാളെ ഒരു വക്കീലോ ജഡ്ജോ എന്തെങ്കിലും കാര്യത്തിൽ വിളിച്ച് സംസാരിച്ചാൽ ഇവർ റെക്കോർഡ് ചെയ്യില്ലേ? നാളെ അവർ റെക്കോർഡ് വെച്ച് ഭീഷണിപ്പെടുത്തൂലേ? പിന്നെ അതേപോലെ ഞാൻ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞൊരു സ്ത്രീ, പാവയാവാൻ താല്പര്യമില്ല എന്നൊരു സ്ത്രീ പിന്നെ എന്തിനാണ് വരണമെങ്കിൽ അതിലെന്തോ അജണ്ട കാണും. അപ്പൊ ഇത് കോടതിക്ക് മനസ്സിലാവും. അത് കോടതി നീതി, ഞങ്ങൾക്ക് എല്ലാവർക്കും നീതി കിട്ടുന്ന, ഞങ്ങൾ 504 അല്ലെങ്കിൽ ഇതിലുള്ള ഈ 16 അംഗങ്ങളെ മാറ്റി വെച്ചിട്ട്, ഇപ്പൊ കമ്മിറ്റിയിലുള്ള 16 ബാക്കിയുള്ളവർ മാറ്റി വെച്ചിട്ട് ബാക്കി ഞങ്ങൾക്ക് നീതി തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നീതി? ഈ ഇവരെ പിടിച്ചുവിടുക, ഉടനെ ഇലക്ഷൻ നടത്തുക. ഇലക്ഷനിൽ ക്ഷണിച്ച് ചിഞ്ഞി നിൽക്കുന്നതാണ് പറയുന്നത്. ഒരു ഉറപ്പ് വേണ്ടി എനിക്കറിയില്ല. ഇവര് രാജിലെറ്റർ കൊടുത്തിട്ടില്ല. അത് അഡോ കമ്മിറ്റി ഇവരെ വിളിക്കുമ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിരുന്നു, ഇവര് ജയിച്ച് വന്നതിൽ തന്നെ ഒരു നാടകമുണ്ട്, ഡ്രാമയുണ്ട്.
ആ ഡ്രാമ എന്തിനാണ് ജഗദീഷേട്ടൻ? എല്ലാവരും ഒരുമിച്ചാണല്ലോ ശ്രീ അല്ലെങ്കിൽ സ്ത്രീ. അയ്യോ, ഞാൻ അവർ ഫോട്ടോ എടുത്തിട്ടില്ല. എനിക്ക് സ്ത്രീയോ പുരുഷനോ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ശരി വരട്ടെ കമ്മിറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഹേമ അത് തെറ്റ് ചെയ്തവർ വെള്ളം കുടിക്കണം. അത് ഞാൻ ഇപ്പോഴും പറയണം. അത് പെണ്ണായാലും ആണായാലും ആരായാലും. ഓക്കെ, ഞാനിത് കൂടുതലായിട്ട് വെക്കുന്നില്ല. ഇത് 1.5 മണിക്കൂറോളമുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അതിന്റെ കുറച്ച് പോർഷൻസ് എനിക്ക് ഗണേഷ് കുമാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ശ്വേതാ മേനോനെ ഈ അൻസിബയെ കണ്ടെടുത്ത കണ്ടുകൂടാത്ത ബിഗ് ബോസിൽ പോയ സമയത്ത് ഈ ലാലേട്ടൻ്റെ കാല് തൊട്ട് എഴുതായിരുന്നു അതിനകത്ത് കയറിയപ്പോൾ. ശ്വേതയുടെ കാല് തൊട്ട് എഴുതില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതും ഈ മായാണ് പറയുകയൊക്കെ ചെയ്തത്. ശ്വേതയുടെ വിചാരം ശ്വേത എല്ലാം തികഞ്ഞെന്നുള്ളൊരിതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഉണ്ടാക്കി ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ആ പേര് നിങ്ങൾ കൊണ്ട് കളഞ്ഞു ശ്വേത മേഡം. ഞാനത് അറിഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാണുവാണെങ്കിൽ ഞാനത് ഒന്ന് പറയുവാണ്, നിങ്ങൾക്കൊരു യോഗ്യതയില്ല ആ ഒരു കസാര ഇരിക്കാൻ. പിന്നെ ഗണേഷ് കുമാറിൻ്റെ കാര്യങ്ങളൊക്കെ തന്തയെ പറയിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ, അതൊക്കെ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഇതൊരു എൻഡ് ഇല്ലെന്നറിയാം, കുഴപ്പമില്ല, നമുക്ക് വരാം, ഇനിയുണ്ടല്ലോ സമയം ഒരുപാട്. ബൈ, ലവ് യു ഓൾ ഗൈസ്.